ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഡീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അഡീനിയം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, ഈ മഴക്കാല രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ അഡീനിയത്തെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് അഡീനിയം തൈകൾ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇത്തിരി സാഫ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ അഡീനിയത്തിൻ്റെ തൈകൾ ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ പാകത്തിന് ഒന്ന് നമ്മൾ ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് നമ്മുടെ സാഫ് കുറച്ച് കട്ടിയായിട്ട് എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ നമ്മുടെ അഡീനിയത്തിൻ്റെ കോഡക്സ് നിങ്ങളുടെ താഴെ ഭാഗം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഒരു ദിവസമോ 2 ദിവസമൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അത് താഴെ വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് നമ്മളൊരു ചെറിയ കയറിനകത്ത് കെട്ടിയിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് ഇതിനകത്തെ ആ ജലാംശം എല്ലാം വറ്റിപ്പോകും. അപ്പം നമ്മുടെ ചെടിക്ക് കാര്യമായ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് അതിനെ പിന്നെ നട്ടുപിടിപ്പിക്കാം. നമ്മുടെ ചെടിയിൽ നമ്മൾ സാഫ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗത്തുള്ള വേരുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പുതിയ ബ്ലേഡ് അതല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്തെടുത്ത ബ്ലേഡൊക്കെയാണ് ഉപയോഗിക്കുന്നത് വളരെ നല്ലത്. അപ്പോൾ നമ്മളൊരു ഇതേപോലത്തെ ഉള്ള നമ്മുടെ ഒരു നൈഫ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലേഡ് മാറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ബ്ലേഡായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതിൻ്റെ മേലത്തെ ഈ കുഞ്ഞു കുഞ്ഞു വേരുകളെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് കോഡക്സിന് കേടുവരാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിതൊക്കെ ഇത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ കോഡക്സ് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ വെക്കും തോറും നമ്മൾ ആ ഒരു ബോൺസായുടെ ഒരു ഷേപ്പ് നമ്മുടെ ചെടിക്ക് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മുടെ അഡീനിയം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോഡക്സ് പൊക്കി പൊക്കി വെക്കാനായിട്ട് വേണം ശ്രദ്ധിക്കാനായിട്ട്. നമ്മളിത് 1-2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഒരു ദിവസം നമ്മളതുപോലെ സാഫ് നന്നായിട്ട് നമ്മുടെ ചെടിയിൽ അപ്ലൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഒന്ന് നടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഏറ്റവും നമ്മുടെ അഡീനിയത്തിന് മഴക്കാലത്ത് നല്ലത്. അപ്പോൾ നമുക്കിവിടെ മണലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് നല്ല പൊടിയായിട്ട് കിട്ടുന്നുള്ള ചരലാണ് കേട്ടോ അത്. ചരലും മണ്ണും കൂടി ചേർന്നൊരു മിശ്രിതമാണിത്. അപ്പം നമ്മൾ അതിനകത്താണ് നമ്മുടെ അഡീനിയത്തിൻ്റെ ചെടികൾ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് മഴ കിട്ടിയാലും നമ്മുടെ അഡീനിയത്തിൻ്റെ വേരുകൾ അഴുകി പോകാതൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ അഡീനിയം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മേൽഭാഗത്ത് യാതൊരു കേടും മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെ ചെടി ഈ മഴക്കാലത്ത് ഇടയ്ക്കൊന്ന് പോട്ടിൽ നിന്നും പറിച്ചെടുത്ത് നോക്കുമ്പോഴാണ് നമുക്കതിനകത്തെ കംപ്ലൈൻറ്റ്സ് കാണാനായിട്ട് കഴിയുക. അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തു നിന്നും പുതിയ മുള പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നോർമലായിട്ട് വരുന്ന ചെടികളുടെ പൂക്കളായിരിക്കും അതിനകത്ത് വരിക. അപ്പോൾ അതിന് നമ്മൾ വളരാനായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നല്ല രീതിയിൽ മഴ വരുന്ന സമയമാണ്. അപ്പോൾ പലരുടെ കയ്യിലും അഡീനിയത്തിൻ്റെ വലിയ ചെടികളും ചെറിയ തൈകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പരമാവധി മഴയത്ത് നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഇതേപോലെയൊക്കെയുള്ള ചരലൊക്കെ നിറഞ്ഞ മിശ്രിതത്തിൽ നമ്മുടെ ചെടീനെ പോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട് നോക്കുക. പിന്നെ ആഴ്ചയിൽ 1 തവണ 2 തവണയൊക്കെ ആയിട്ട് നമ്മൾ സാഫൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊന്ന് അഡീനിയത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്ത കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.